ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് റദ്ദാക്കൽ ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രതിപക്ഷം. ഓരോ ബൂത്തിലും കുറഞ്ഞത് 10 പേരുടെയെങ്കിലും വോട്ട് റദ്ദായെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ. ഒന്നിനു പിന്നാലെ മറ്റൊന്നായി വോട്ട് റദ്ദാക്കൽ നടപടി ബീഹാറിൽ പുറത്തുവരികയാണ്. മീഡിയ വൺ സംഘത്തിന്റെ സമസ്തിപൂരിൽ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട്. പിന്നോക്ക ദളിത് മഹാദളിത് വിഭാഗങ്ങളുടെ വോട്ട് റദ്ദാക്കലാണ് കഴിഞ്ഞ ദിവസങ്ങളായി പുറത്തു കൊണ്ടുവന്നത്. എന്നാൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിലും നിരവധി വോട്ട് റദ്ദാക്കൽ മീഡിയ വൺ കണ്ടെത്തി. കരട് വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെട്ടതോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുശാസിക്കുന്ന രേഖകൾ നൽകിയവരുടെ വോട്ടും പുനഃസ്ഥാപിച്ചില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തെക്കാൾ 15 സീറ്റ് മാത്രമാണ് NDA അധികം നേടിയത്. 18 സീറ്റുകളിൽ ജയപരാജയം നിശ്ചയിച്ചത് 6500-ൽ താഴെ വോട്ടായിരുന്നു. 356 ബൂത്തുകളുള്ള ഹിൽസയിൽ JDU സ്ഥാനാർത്ഥി ജയിച്ചത് വെറും 12 വോട്ടിന്. ബാർബിക്കയിൽ 281, ബോറയിൽ 462 എന്നിങ്ങനെ പോകുന്നു NDA കടന്നുകൂടൽ. 214 മുതൽ 356 ബൂത്തുകൾ വരെയാണ് ഓരോ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉള്ളത്. ഓരോ ബൂത്തിൽ നിന്നും 1-2 വോട്ട് റദ്ദാക്കിയാൽ പോലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആകെ മാറിമറിയും. ഈ സാഹചര്യത്തിലാണ് ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്താതെ പോകുന്നത്. ബീഹാറിലെ സമസ്തിപൂരിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, മീഡിയ വൺ.